നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. പണത്തിന് ഒരു അത്യാവശ്യം വന്നാൽ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് പേഴ്സണൽ ലോണുകളെയാണ്. പേഴ്സണൽ ലോൺ എടുക്കാൻ ഏറ്റവും മികച്ച ആപ്ലിക്കേഷൻ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എൻ്റെ വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും, ഇന്ത്യയിലെ 10 കോടി ആൾക്കാർ ഇന്നും ലോണുകൾ എടുത്ത് തിരിച്ചടച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവാർഡ് വിന്നിംഗ് കമ്പനി, RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനി. ആ ഒരു കമ്പനിയുടെ വിശദാംശങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലോൺ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഒരു ബേർഡനും ഉണ്ടാക്കാത്ത, ഒരു ചീത്തപ്പേരും ഉണ്ടാക്കാത്ത ഒരു കമ്പനി തന്നെയാണ്. ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ കുറിച്ചാണ്. 2018 ഈ ക്രെഡിറ്റ് ബി എന്ന കമ്പനിയെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഇവരുടെ ഒഫീഷ്യൽ പേരെന്ന് പറഞ്ഞാൽ ക്രേസി ബി സർവീസസ് ലിമിറ്റഡ് എന്നാണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഇവർ RBI അപ്രൂവൽ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു അടിപൊളി കമ്പനിയാണ്. ക്രെഡിറ്റ് ബിയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ക്രേസി ബി സർവീസസ് ലിമിറ്റഡ് ആണ് ഇവർക്ക് ഇൻസ്റ്റന്റ് ലോൺ തരുന്നത്. ക്രെഡിറ്റ് ബി എന്ന ചുരുക്കനാമത്തിലാണ് അറിയപ്പെടുന്നത്. ആപ്പിലൊക്കെ ക്രെഡിറ്റ് ബി എന്ന് അടിച്ചാലേ കിട്ടുള്ളൂ. അതുപോലെ 10 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 100% പ്രോസസ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്പ് വഴിയാണ്. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ UI ഒക്കെ. അതുപോലെ പെട്ടെന്ന് പണം ആവശ്യമുള്ള എല്ലാവർക്കും കിട്ടും. പെട്ടെന്നുള്ള പണമാണ്, എന്താവശ്യത്തിനും പെട്ടെന്ന് കിട്ടും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. എല്ലാം ഫാസ്റ്റ് ആണ്, ഫുള്ളി ഡിജിറ്റൽ പ്രോസസ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ RBI അപ്രൂവൽ ഉണ്ട്. അതായത് RBI ക്രെഡിറ്റ് ബി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല, ക്രേസി ബി സർവീസസ് ലിമിറ്റഡ് എന്ന് അടിച്ചാലേ RBI അപ്രൂവൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം അതാണ് അവരുടെ ഒഫീഷ്യൽ പേര്. ഇനി പ്രധാനമായിട്ടുള്ള ലോണുകളെ കുറിച്ച് മനസ്സിലാക്കാം. ഇവരതിനകത്ത് 2 ടൈപ്പ് ലോണുകളും ഒരു EMI ബേസ് ചെയ്തിട്ട് ഐറ്റംസ്, അതായത് പല പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആണ് ഉള്ളത്. 2 ലോണിൽ ഒന്നാമത്തെ ലോൺ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സി പേഴ്സണൽ ലോൺ എന്നാണ് പറയുക. ചെറിയ ആവശ്യങ്ങൾക്കായിട്ടുള്ള ലോണുകൾ, അതായത് 2000, 3000, 8000, 10,000, 15,000 അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. ഇത് പ്രത്യേകിച്ചിട്ട് ഡോക്യുമെന്റുകളൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും ആധാരങ്ങളോ അങ്ങനെയുള്ള കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് കൊളാട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ലാതെ എടുക്കാൻ പറ്റുന്ന ബേസിക്സ് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പാൻ കാർഡോ ആധാർ കാർഡൊക്കെ ആവശ്യമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോൺ ഫോർ സാലറിയാണ്. ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ശമ്പള വരുമാനക്കാർക്കുള്ള ഒരു ലോണാണിത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി സ്ലിപ്പ് ആവശ്യമാണ്. അതുപോലെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ്, ആ ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവണം സാലറി, അത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആധാർ കാർഡും പാൻ കാർഡും ആവശ്യമുണ്ട്. ഇതിന് പലിശ നിരക്ക് വളരെ കുറവാണ്. എന്നാൽ ഈ 2 കാര്യങ്ങൾ എവിടെ കൊടുക്കണ്ട? ഈ ഫ്ലെക്സി പേഴ്സണൽ ലോണിന് കൊടുക്കണ്ട എന്നതാണ് അഡ്വാൻറ്റേജ്. അടുത്തതാണ് പർച്ചേസ് ഓൺ EMI. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ബി വഴിയുള്ള EMI സൗകര്യങ്ങൾ ഇവർ മെയിനായിട്ട് ഒരുക്കുന്നുണ്ട്. ഇനി എങ്ങനെ ലോൺ അപേക്ഷിക്കാം? ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ബി എന്ന് പറഞ്ഞ ലോൺ ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ക്രെഡിറ്റ് ബി. ഓക്കെ. നമ്പർ 2, അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, KYC കാര്യങ്ങളൊക്കെ ചെയ്യുക. KYC എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. മെയിൽ ID, നിങ്ങളുടെ അഡ്രസ്സ്, എല്ലാ കാര്യവും കൊടുത്തിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ആണ് പിന്നെ വരുന്നത്. അതായത് നമുക്ക് ലോണ് പല ടൈപ്പ്, ഈ പറഞ്ഞ ടൈപ്പ് ലോണുകൾ അതിനകത്ത് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുക. ജസ്റ്റ് എത്ര എമൗണ്ട്, അത് ഓട്ടോമാറ്റഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് എത്ര വരെ അപ്രൂവൽ ആവും. ഇൻസ്റ്റന്റ് ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ആവും. അത് കഴിഞ്ഞ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ പാസ്സായി കഴിഞ്ഞാൽ എമൗണ്ട് അവിടെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ബാങ്കിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആവും. പിന്നെ അതുപോലത്തെ ഇവരുടെ സെറ്റിംഗ്സിനകത്ത് ENACH എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് തന്നെ EMI ഡെബിറ്റ് ആയിട്ട് പോകുന്ന ഒരു സൗകര്യം. അത് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോൺ കിട്ടാനുള്ള പ്രൊവിഷൻസ് കുറച്ചുകൂടി കൂടും. അതുപോലെ തന്നെ നമ്മൾക്ക് വാഹനമോ വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോണൊക്കെ കിട്ടുന്ന എമൗണ്ട് കുറച്ച് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഇതിന്റെ ചെലവുകൾ, നേട്ടങ്ങൾ, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് 16% മുതൽ 32% വരെ വരുന്നുണ്ട്. നോർമലി 30% വരെ പറയുമെങ്കിൽ ഒരു 32% വരെ, 36% വരെ നമുക്ക് പോവാം. ഇനി പ്രോസസ്സിംഗ് ഫീസ് എല്ലാത്തിനും ബാധകമാണ്. ഒരു എമൗണ്ട് ഉണ്ടാവും. പ്ലസ് അതുപോലെ GST കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് വരും. വലിയ മറ്റുള്ള ലോൺ ആപ്പുകളെ പോലെ വലിയൊരു എമൗണ്ട് എടുക്കില്ല. അത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കും. ഓരോരാളുടെ ലോണിന് അനുസരിച്ചിട്ടാണ് അത് മാറും. നമുക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിഗർ നമുക്ക് പറയാൻ പറ്റില്ല. ലോൺ എമൗണ്ടിന് അനുസരിച്ചിട്ടാണ് പ്രോസസ്സിംഗ് ഫീസ്, GST ഇതൊക്കെ വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും, ഒരു ലോൺ ഡോക്യുമെന്റിൽ കാണും. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതിയാവും, ലോൺ എടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ലേറ്റ് പേയ്മെന്റ് പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരും. അതൊരു അഡീഷണൽ ചിലവാണ്. നിങ്ങൾ അടച്ചില്ലെങ്കിൽ, കറക്റ്റ് ഡേറ്റിന് അടച്ചിട്ടില്ലെങ്കിൽ പേയ്മെന്റ്
അതുപോലെ തന്നെ ഈ നാച്ച് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അവസാനം ഈ മാൻഡേറ്റ് ആണ്, അത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് അവസാനം അത് നിങ്ങൾ പേയ്മെന്റ് ഡ്യൂ ആക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു ചെറിയ ചാർജ് കൂടി വരും. ഇനി പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഡിസ്ബസൽ ആണ്. സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ കൊളാട്രൽ, ഈട്, ജാമ്യം പരിപാടികളൊന്നും ആവശ്യമില്ല. പിന്നെ ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻസ് കുറെ മാസത്തേക്കായിട്ട് 8 മാസത്തേക്ക് 24, 60 മാസത്തേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് അടക്കാൻ പറ്റും. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു വിശ്വസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ക്രെഡിറ്റ് ബി ആണ്. ക്രെഡിറ്റ് ബിനെ തൽക്കാലം വെല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേറെ ഒരു ഓൺലൈൻ ഇൻസ്റ്റന്റ് ലോൺ പ്ലാറ്റ്ഫോം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിന്റെ സുരക്ഷയും സപ്പോർട്ടിനെ കുറിച്ച് പോവുകയാണെങ്കിൽ ഒന്ന് ക്രേസി ബി ഞാൻ പറഞ്ഞു, സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു RBI അംഗീകൃത NBFC ആണ്. 100% സുരക്ഷിതമായിട്ടുള്ള കമ്പനിയാണ്. ആദ്യത്തെ ഒരു ലോൺ ആപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ആയിട്ട് creditbee.in മെയിൽ അയക്കാം. ഓർ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് 0804429 ഈ നമ്പറിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൾ ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കുറെ ഫീസുകളും പരിപാടികളുണ്ട്, അതൊന്നുമില്ല. 100% സുതാര്യമായിട്ടുള്ള ഒരു കമ്പനിയാണ് ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ ക്രെഡിറ്റ് ബി ഒരു മികച്ച ഡിജിറ്റൽ പരിഹാരമാണ്. ശരിയായ ആവശ്യങ്ങൾക്ക് മാത്രം എല്ലാവരും ലോൺ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ലോൺ കൊണ്ട് പല ഉപകാരങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഇനി അതല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ പണി കിട്ടും. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ലോണ് ക്രെഡിറ്റ് ബി അല്ലാതെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവർ RBI അപ്രൂവ്ഡ് ആണോ നോക്കാനുണ്ട്, ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടോ നോക്കാനുണ്ട്, ലോണിന്റെ എഗ്രിമെന്റ് വായിച്ച് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവർ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോട്ടോയിലേക്കും അതുപോലെ തന്നെ കോൺടാക്റ്റിലേക്കുള്ള ആക്സസ് ചോദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കമന്റുകൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലെ കമന്റുകൾ നോക്കാനുണ്ട്. ഇതൊന്നും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇല്ലാത്ത ആപ്പ് ആരെങ്കിലും SMS വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യുക. അതൊക്കെ സ്കാമേഴ്സ് അയക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ വാട്സപ്പിലോ കോളിലൊക്കെ ആയിട്ട് ആരെങ്കിലും ലോൺ തരാം എന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക, അവരും സ്കാമേഴ്സ് ആണ്. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല കമ്പനിയിൽ നിന്ന്, ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന്, ഒരു പ്രോബ്ലം ഇല്ലാത്ത കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കാനും അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ലോൺ കൃത്യമായിട്ട് തിരിച്ചടക്കുകയാണ് കൂടുതൽ എമൗണ്ട് കൊടുക്കുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് ക്രെഡിറ്റ് ബി. എല്ലാവർക്കും ക്രെഡിറ്റ് ബിയിൽ നിന്നും ലോണുകൾ കിട്ടട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങളോട് കാശ് ചോദിച്ച് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, സഹായിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ വീഡിയോ അവരുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ. അത് അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ദിവസം അവർക്ക് ഇത് ഉപകാരപ്രദമായിട്ട് മാറും. എന്തായാലും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.